Students, welcome to the class. ഇപ്പോൾ ഈ മോഡ്യൂളിൽ അടുത്ത ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ ആൻഡ് RF പവർ മീറ്റർ. ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ ആൻഡ് RF പവർ മീറ്റർ. അപ്പോൾ എന്താണ് ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ? എന്താണ് ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ? നിങ്ങൾ ഇൻസ്ട്രുമെൻ്റ് കണ്ടിട്ടുണ്ടാവും അല്ലേ? മൾട്ടിമീറ്റർ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് ഒരു ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ? അപ്പോൾ ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ എന്ന് വെച്ചാൽ ഒരു ഡിവൈസ്, ഒരു ഇൻസ്ട്രുമെൻ്റാണ്. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് വെറൈറ്റീസ് ഓഫ് ക്വാണ്ടിറ്റീസ്, വോൾട്ടേജ്, കറൻറ്റ്, റെസിസ്റ്റൻസ് ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. വോൾട്ടേജ്, കറൻറ്റ്, റെസിസ്റ്റൻസ് എക്സെട്ര കുറേ പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് വേരിയസ് പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യാം. കോമൺലി നമ്മൾ മെഷർ ചെയ്യുന്നത് വോൾട്ടേജ്, കറൻറ്റ്, റെസിസ്റ്റൻസ് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ. ഒരു ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ വേരിയസ് ക്വാണ്ടിറ്റീസ്, വേരിയസ് പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ജനറലി നമ്മൾ മെഷർ ചെയ്യുന്നത് വോൾട്ടേജ്, കറൻറ്റ്, റെസിസ്റ്റൻസ് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് മൾട്ടിമീറ്റർ എന്ന നെയിം വന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ? അതൊരു ഇലക്ട്രോണിക് ഡിവൈസാണ്, ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ വേരിയസ് പാരാമീറ്റേഴ്സ്, അതായത് വോൾട്ടേജ്, കറൻറ്റ്, റെസിസ്റ്റൻസ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മെഷർ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ ഉണ്ടാകുക? എങ്ങനെയായിരിക്കും അതിൻ്റെ കൺസ്ട്രക്ഷൻ? എങ്ങനെയാണ് വർക്കിംഗ്? ഇതാണ് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൻ്റെ ഇതിലുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മെയിൻലി ഉള്ളത് ഒരു DC ബാലൻസ്ഡ് ബ്രിഡ്ജാണ് കേട്ടോ. ബ്രിഡ്ജ് DC ആംപ്ലിഫയർ, ബാലൻസ്ഡ് DC ബ്രിഡ്ജ് ആംപ്ലിഫയർ. ഇതാണ് ബാലൻസ്ഡ് DC ബ്രിഡ്ജ് ആംപ്ലിഫയർ. പിന്നെ റെക്റ്റിഫയർ ഉണ്ടാകും, റെക്റ്റിഫയർ. പിന്നെ PMMC മീറ്റർ, ഈ ഇതാണ് PMMC മീറ്റർ. പിന്നെയുള്ളത് ഫങ്ഷണൽ സ്വിച്ചാണ്, ഒരു സ്വിച്ച്, ഫങ്ഷൻ സ്വിച്ച്. പിന്നെ ഇൻറ്റേർണൽ ബാറ്ററി സോഴ്സ് ഉണ്ട്, പിന്നെ ഒരു അറ്റുനേറ്റർ. ഇത്രയാണ് ഇതിലുള്ള കമ്പോണൻസ്. അപ്പോൾ ഏതൊക്കെയാണ്? ബാലൻസ്ഡ് DC ബ്രിഡ്ജ്, ഇതാണ് ബാലൻസ്ഡ് DC ബ്രിഡ്ജ് ആംപ്ലിഫയർ. പിന്നെ റെക്റ്റിഫയർ, പിന്നെ PMMC മീറ്റർ, ഫങ്ഷണൽ സ്വിച്ച്, ഇൻറ്റേർണൽ ബാറ്ററി ആൻഡ് ആൻ അറ്റുനേറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഒരു DC ഇൻപുട്ടാണ് അല്ലേ? DC ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ വേരിയസ് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഒരു അറ്റുനേറ്ററായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ എന്താണ് ഒരു അറ്റുനേറ്ററിൻ്റെ ഫങ്ഷൻ? ഇവിടെ വേരിയസ് റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? വേരിയസ് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്? അതൊരു അറ്റുനേറ്ററായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം എന്താണ് അറ്റുനേറ്റർ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈർഡ് വോൾട്ടേജിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിസ്റ്റൻസ് വെച്ചിട്ട് അറ്റുനേറ്ററായിട്ട് ഫോം ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് അല്ലേ? ഫങ്ഷണൽ സ്വിച്ച്, ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഈ സ്വിച്ച് എന്ത് ചെയ്യും? നമുക്കിപ്പം ഇത്രയും വോൾട്ടേജാണ്, ചെറിയ വോൾട്ടേജ് വേണ്ടെങ്കിൽ ഈ സ്വിച്ച് ഇവിടെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡിസൈർഡ് വോൾട്ടേജിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പറ്റും? അറ്റുനേറ്റർ, ഈ റെസിസ്റ്റൻസ് കമ്പോണൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് പറ്റും. അപ്പോൾ ഡിസൈർഡ് വോൾട്ടേജിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അറ്റുനേറ്റർ ഉപയോഗിക്കുന്നത്. ഇനി ഈ സ്വിച്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആ ഡിസൈർഡ് വോൾട്ടേജിന്, നമുക്ക് ആവശ്യമുള്ള ഡിസൈർഡ് വോൾട്ടേജിൽ എന്ത് ചെയ്യണം? ഈ ഒരു സർക്യൂട്ടിലേക്ക് അല്ലേ, ബാലൻസ്ഡ് ബ്രിഡ്ജിലേക്ക് കണക്ട് ചെയ്യണം അല്ലേ? കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഒരു സ്വിച്ച് ഉപയോഗിക്കുന്നത്, ഫങ്ഷണൽ സ്വിച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇൻറ്റേർണൽ ബാറ്ററി സോഴ്സ് വേണം. അപ്പോൾ എന്താണുള്ളത്? പിന്നെ എന്താണുള്ളത്? ഇത് FET ആണ്, 2 FET ഉണ്ട് അല്ലേ? 3 റെസിസ്റ്റൻസ് ഉണ്ട്, 2 FETs ഉണ്ട്, പിന്നെ 3 റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഈ ഒരു FETയും 3
ത്രീ റെസിസ്റ്റൻസുമാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഒരു ബാലൻസ്ഡ് DC ബ്രിഡ്ജ് ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഈ FETസും പിന്നെ ഈ ത്രീ റെസിസ്റ്റൻസും. അപ്പോൾ ഇതാണ് ഒരു ബാലൻസ്ഡ് DC ബ്രിഡ്ജ് ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ എന്താണുള്ളത് ഇവിടെ? ഒരു PMMC മീറ്റർ ഉണ്ടല്ലേ. അപ്പോൾ എന്തിനാണ് ഈ PMMC മീറ്റർ? അതാണ് നമ്മളെ ആവശ്യമുള്ള മെഷർ ചെയ്യേണ്ട വോൾട്ടേജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ PMMCയിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ആ മീറ്ററിനുള്ളിൽ എന്തുണ്ടാവും? ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ആ ഡിഫ്ലക്ഷനാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമുള്ള പാരാമീറ്റേഴ്സ് ഷോ ചെയ്യുന്നത്. ഇപ്പോൾ വോൾട്ടേജാണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ അവിടെ ഒരു എന്തുണ്ടാകും? ഡിഫ്ലക്ഷൻ ഉണ്ടാകും. അതുപോലെ ഇപ്പോൾ കറൻറ്റാണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ അതിലും ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാകാം. അപ്പോൾ ആ ഒരു ഡിഫ്ലക്ഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്രത്തോളം വോൾട്ടേജ് ഉണ്ട്, എത്രത്തോളം കറണ്ട് ഉണ്ട്. ആ ഒരു മെഷർ ചെയ്യുന്നത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇതിലുള്ള ആ ഡിഫ്ലക്ഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ള കമ്പോണൻസ്. അപ്പോൾ ഏതൊക്കെയാണ്? അറ്റുനേറ്റർ, പിന്നെ ഫങ്ഷണൽ സ്വിച്ച് അല്ലേ, പിന്നെ 2 FETs ആൻഡ് 3 റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? ഒരു ബാലൻസ്ഡ് DC ബ്രിഡ്ജ് ആംപ്ലിഫയർ ആയിട്ട് ഫോം ചെയ്യുന്നു. പിന്നെ ഇൻറ്റേർണൽ ബാറ്ററി സോഴ്സ് ഉണ്ട്, പിന്നെ ഒരു റെക്ടിഫയർ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഒരു DC ഇൻപുട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. ഒരു DC ഇൻപുട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ DC ഇൻപുട്ടിന് പകരം നമുക്കൊരു AC സപ്ലൈയും തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? AC സപ്ലൈയിൽ നിന്ന് തന്നെ ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ AC വോൾട്ടേജിനെ എന്ത് ചെയ്യണം? DC ആയിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ. DC ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? റെക്ടിഫയർ ഉപയോഗിക്കുന്നത്. റെക്ടിഫയർ ഈസ് യൂസ്ഡ് ഫോർ AC to DC കൺവേർഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിലുള്ള കമ്പോണൻസ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നു അല്ലേ. ഒരു ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇനിഷ്യൽ കണ്ടീഷനിൽ വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്യാത്ത കണ്ടീഷനിൽ എന്തുണ്ടാകും? ഇവിടെ വോൾട്ടേജ് ഉണ്ടാകില്ല, ഇവിടെയും വോൾട്ടേജ് ഉണ്ടാകുന്നില്ല അല്ലേ. FETൻ്റെ ഗേറ്റിൽ വോൾട്ടേജ് എത്തുന്നില്ല. 2 FETസിൻ്റെ ഗേറ്റിൽ എന്തില്ല? വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നില്ല ഇനിഷ്യൽ കണ്ടീഷനിൽ. അപ്പോൾ എന്താണ് ഈ PMMC ഇൻഡിക്കേറ്റ് ചെയ്യുക? PMMC മീറ്റർ ഇല്ലേ, അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുക? ജനറലി 0 ആണല്ലേ വേണ്ടത്. ഇനിഷ്യൽ കണ്ടീഷനിൽ PMMC 0 ആണ് വേണ്ടത് അല്ലേ. ബട്ട് ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇനിഷ്യൽ കണ്ടീഷനിൽ അവിടെ ചെറിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല അല്ലേ. ചെറിയ ഇനിഷ്യൽ കണ്ടീഷനിൽ തന്നെ ചെറിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല? മെഷർമെൻറ്റ് ആക്യുറേറ്റ് ആവില്ല അല്ലേ. അപ്പോൾ ആ ഒരു ചെറിയൊരു വോൾട്ടേജ് ഉണ്ട് അല്ലേ, ആ വോൾട്ടേജിനെ എന്ത് ചെയ്യണം? നള്ളിഫൈ ചെയ്യണം. അപ്പോൾ ആ ഒരു ചെറിയ വോൾട്ടേജ് ഉണ്ടാകും. ഇനിഷ്യൽ കണ്ടീഷനിൽ തന്നെ ചെറിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിനെ നള്ളിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് R3 ഉപയോഗിക്കുന്നത്. R3 റെസിസ്റ്റൻസ് അതിനാണ് പറയുന്നത് സീറോ അഡ്ജസ്റ്റ് കൺട്രോൾ റെസിസ്റ്റർ എന്നാണ് R3. സീറോ അഡ്ജസ്റ്റ് കൺട്രോൾ റെസിസ്റ്റർ. അപ്പോൾ എന്താണ്? ഇനിഷ്യൽ കണ്ടീഷനിൽ ഒരു ചെറിയ വോൾട്ടേജ് ഉണ്ടെങ്കിൽ, ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ നള്ളിഫൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? R3 റെസിസ്റ്റൻസ് R3 ഉപയോഗിക്കുന്നത്. ഇനി സപ്ലൈ കൊടുക്കുക. അതിനുശേഷം സപ്ലൈ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈഡ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നു ബൈ യൂസിങ് ദി സ്വിച്ച്. ആൻഡ് ദെൻ ആ വോൾട്ടേജ് എവിടത്തേക്ക് എത്തുന്നു? FETയിലേക്ക് അപ്ലൈ ചെയ്യുന്നു അല്ലേ. FETൻ്റെ ഗേറ്റിലേക്ക് എത്തുന്നു. അപ്പോൾ എന്തായി? ഇനിഷ്യൽ കണ്ടീഷനിൽ നിന്നും എന്തായി? ചെറിയൊരു വോൾട്ടേജ് എന്തായി? ഫസ്റ്റ് FETൻ്റെ ഗേറ്റിലേക്ക് വന്നല്ലോ. നമ്മൾ കൊടുക്കുന്ന നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജിന് കണക്കായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു? FETൻ്റെ ഗേറ്റിലേക്ക് ഒരു വോൾട്ടേജ് എത്തുന്നു അല്ലേ. ഇപ്പോൾ ഒരു ചെറിയ ചേഞ്ച് വന്നല്ലോ അല്ലേ വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ.
അപ്പോൾ ആ ഒരു ചേഞ്ചാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ചേഞ്ച് എന്ത് ചെയ്യും, ഈ PMMC മീറ്റർ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആവശ്യമില്ല നമ്മൾ സെലക്ട് ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും, PMMC മീറ്റർ എന്ത് ചെയ്യും, ചെറിയ ഡിഫ്ലക്ഷൻസ് കാണിക്കും. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് ഇതിലുള്ളത്. ഇതിൻ്റെ കൺസെഷൻസ് ഒക്കെയാണ്. വർക്കിംഗ് ഒക്കെ മനസ്സിലായല്ലോ. ജസ്റ്റ് ഒരു ഇൻപുട്ട് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സ്വിച്ച് വഴി നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ് സെലക്ട് ചെയ്യുക. ആ വോൾട്ടേജ് എന്ത് ചെയ്യും, FETൻ്റെ ഗേറ്റിലെത്തുന്നു, FETൻ്റെ ഗേറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പം FETൻ്റെ ഗേറ്റിലേക്ക് വരുന്ന വോൾട്ടേജിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ PMMC മീറ്റർ എന്ത് ചെയ്യും, ഡിഫ്ലക്ഷൻസ് കാണിക്കും. അപ്പോൾ ആ PMMC മീറ്റർ ഷോൺ ചെയ്യുന്ന ഡിഫ്ലക്ഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, അതിൽ റീഡിങ്സ് കാണിക്കും. ഇത്രയാണ് ഇലക്ട്രോണിക് മൾട്ടിമീറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പം വർക്കിങ്ങും കൺസെഷൻസും കറക്റ്റായിട്ട് പഠിക്കുക. അടുത്ത നിങ്ങൾക്കൊരു ഇൻസ്ട്രുമെൻറ്റും കൂടെ പഠിക്കാനുണ്ട്. അതാണ് RF പവർ മീറ്റർ. അപ്പോൾ ഈ മോഡ്യൂളിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഏതാ പഠിച്ചേ, ഓഡിയോ പവർ മീറ്റർ അല്ലേ. സെക്കൻഡ് വൺ ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ. ഇനി തേർഡ് വണ്ണാണ് RF പവർ മീറ്റർ. അപ്പോൾ എന്താണ് ഒരു RF പവർ മീറ്റർ? നിങ്ങൾ ഈ ടേം കേട്ടിട്ടുണ്ടോ, RF പവർ മീറ്റർ? അപ്പോൾ എന്താണ് RF പവർ മീറ്റർ? RF മീൻസ് റേഡിയോ ഫ്രീക്വൻസി. അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫ്രീക്വൻസി അല്ലേ, ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, RF പവർ മീറ്റർ ഉപയോഗിക്കുന്നത്. റേഡിയോ ഫ്രീക്വൻസി, അതായത് ഹൈ റേഞ്ച് ഫ്രീക്വൻസി 3 Hz to 300 GHz വരെ, 3 Hz to 300 GHz വരെയുള്ള ഫ്രീക്വൻസി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഫ്രീക്വൻസീസ് മെഷർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, RF പവർ മീറ്റർ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു സൈനസോയിഡൽ വേവ് ഫോം അപ്ലൈ ചെയ്യുന്നു അല്ലേ. ഒരു വേവ് ഫോം അപ്ലൈ ചെയ്യുന്നു. അതിനെന്തുണ്ടാകും, ഒരു ഡിസൈഡ് ഫ്രീക്വൻസി ഉണ്ടാവുമല്ലോ. ആ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു, പവർ സെൻസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ബോർഡിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് ആ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടേം ആണെങ്കിൽ, ഇപ്പോൾ വോൾട്ടേജ് അല്ലെങ്കിൽ കറൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഡിഫറെൻറ്റ് വേസ് ഉണ്ട്. RF പവർ മീറ്റർ തന്നെ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. വോൾട്ടേജ് മെഷർ ചെയ്യാം, കറൻറ്റ് മെഷർ ചെയ്യാം, ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. ഡയറക്റ്റ് ഇവിടെ പവറാണ് മെഷർ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ബോർഡിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഇതിലുണ്ട്. RF പവർ മീറ്റർ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. വോൾട്ടേജ് മെഷർ ചെയ്യാം, കറൻറ്റ് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. ഇങ്ങനെ ഡിഫറെൻറ്റ് വേസിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ടെമ്പറേച്ചർ സെൻസർ വെച്ചിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന മീറ്റർ, RF പവർ മീറ്റർ. അപ്പോൾ ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്തു, ഒരു ടെമ്പറേച്ചർ സെൻസറും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമല്ലോ അല്ലേ. ഈ ഒരു ലൂപ്പിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ. അപ്പം ഈ റെസിസ്റ്റൻസിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകും, ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യും അല്ലേ, അപ്പം ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും, ഈ ടെമ്പറേച്ചർ സെൻസർ സെൻസ് ചെയ്യും. അപ്പോൾ ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ലോഡ് റെസിസ്റ്റൻസിലൂടെ എന്ത് സംഭവിക്കും, കറണ്ട് ഫ്ലോ ഉണ്ടാകും അല്ലേ. കറണ്ട് ഫ്ലോ ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ റെസിസ്റ്റൻസിൽ എന്തുണ്ടാകും, ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ആ ഹീറ്റ് എന്ത് ചെയ്യും,
ഈ ടെമ്പറേച്ചർ സെൻസർ വഴി എന്ത് ചെയ്യും, സെൻസ് ചെയ്യും. ആ സെൻസ് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ആയല്ലോ, ഈ റെസിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറായി. അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ വാരിയസ് ക്വാണ്ടിറ്റീസ്, വാരിയസ് പാരാമീറ്റേഴ്സ്, വോൾട്ടേജ് ആകാം, കറണ്ട് ആകാം, ടെമ്പറേച്ചർ ആകാം, ഇതൊക്കെ മെഷർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, RF പവർ മീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു റേഡിയോ ഫ്രീക്വൻസിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു റേഡിയോ ഫ്രീക്വൻസിയിലായിരിക്കും. 3 Hz to 300 GHz വരെയുള്ള റേഡിയോ ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, RF പവർ മീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ജസ്റ്റ് ആ പോയിൻ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്തിനാണ് RF പവർ മീറ്റർ ഉപയോഗിക്കുന്നത്, നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ്, കറണ്ട് അല്ലേ, ടെമ്പറേച്ചർ ഇതൊക്കെ മെഷർ ചെയ്യാൻ. അതിനാണ് എന്ത് ഉപയോഗിക്കുന്നത്, RF പവർ മീറ്റർ ഉപയോഗിക്കുന്നത്. അതായത് RF പവർ മീറ്റർ ഈസ് എ പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ് ഡിസൈൻഡ് സ്പെസിഫിക്കലി ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് RF പവർ. റേഡിയോ ഫ്രീക്വൻസിയിലുള്ള പവർ അല്ലേ, റേഡിയോ ഫ്രീക്വൻസിയിലുള്ള പവർ മെഷർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, RF പവർ മീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ പവർ നമുക്ക് ഡയറക്റ്റ് പവർ സെൻസർ വെച്ചിട്ട് മെഷർ ചെയ്യാം, ഡയറക്റ്റായിട്ട് പവർ സെൻസർ വെച്ചിട്ട് മെഷർ ചെയ്യാം. അല്ലെങ്കിൽ വോൾട്ടേജോ കറൻറ്റോ അല്ലേ, പവർ എന്താണ്, പവറിൻ്റെ ഇതിൽ പവർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കറൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഡയറക്റ്റ് നമുക്ക് പവർ സെൻസർ വെച്ചിട്ട് പവർ മെഷർ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വോൾട്ടേജ്, കറൻറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ, അങ്ങനെ ഡിഫറെൻറ്റ് വേസിലുണ്ട്. ഏത് രീതിയിൽ ഡിഫറെൻറ്റ് അപ്രോച്ച് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്കിതിൽ റേഡിയോ ഫ്രീക്വൻസിയിലുള്ള പവർ മെഷർ ചെയ്യാം കേട്ടോ. കൺഫ്യൂഷൻ ആകാൻ പാടില്ല, ജസ്റ്റ് മനസ്സിലാക്കുക. RF പവർ മീറ്റർ എന്ന് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസിയിലുള്ള പവർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണല്ലേ. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് പവർ സെൻസർ വെച്ചിട്ട് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ വോൾട്ടേജ്, കറൻറ്റ്, ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്തിട്ട് പവർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് RF പവർ മീറ്ററിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ജസ്റ്റ് ഈ ബ്ലോക്ക് ഡയഗ്രാം മനസ്സിലാക്കുക, ഈ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുക, എന്നിട്ട് പറയുക വോൾട്ടേജിലും കറൻറ്റും മെഷർ ചെയ്യാം, പവർ മെഷർ ചെയ്യാൻ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഉണ്ട്. വോൾട്ടേജും കറൻറ്റും മെഷർ ചെയ്തിട്ട് പവർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ടെമ്പറേച്ചർ സെൻസർ വെച്ചിട്ട് ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ടും പവർ മെഷർ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ ടോപ്പിക്കിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഓഡിയോ പവർ മീറ്റർ നിങ്ങൾ പഠിച്ചു കാണും. ഇനി ഇതിലുള്ളത് ഇലക്ട്രോണിക് മൾട്ടിമീറ്ററും RF പവർ മീറ്ററുമാണ്. കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വേറെ ടോപ്പിക്സുമായിട്ട് വരാം.